ഇതാണ് കബീർ. കബീർ സിംഗ്. കബീർ സിംഗ് ഒരു ഇന്ത്യക്കാരനാണ്. അവൻ ഉപരിപഠനത്തിനു വേണ്ടി യുഎസിലേക്ക് എത്തിയതാണ്. ഈയിടെയായിട്ട് കബീർ സിംഗ് കുറച്ച് വിഷമത്തിലാ. കാരണം കയ്യിൽ പണം കുറവായിരുന്നു. ഏയ് കബീറെ, നിനക്ക് ഞാനൊരു പുതിയ ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ബർഗർ കടയിലാണെന്നേ. നീ ഇന്ന് തന്നെ പൊക്കോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ജോലി തട്ടിയെടുക്കും. ഇല്ലില്ല, നീ പേടിക്കണ്ട, ഇന്ന് തന്നെ ഞാൻ പൊക്കോളാം. കബീർ ബർഗർ ഷോപ്പിൽ ഇന്റർവ്യൂവിന് പോയി. അവിടെ അവന് ആ ജോലി ലഭിച്ചു. അന്നു മുതൽ തന്നെ അവൻ അവിടെ ജോലി ചെയ്യാനും തുടങ്ങി. സത്യത്തിൽ അവന് ബർഗർ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. അവൻ ബർഗർ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പഠിച്ചു. യുവർ ഓർഡർ മാം. താങ്ക് യു. കബീർ സിംഗ് സന്തുഷ്ടനായിരുന്നു. കാരണം അവന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു, കൂടാതെ ഭക്ഷണവും. കുറച്ചു നാളുകൾ കബീർ സിംഗിന് വളരെ നല്ലതായി കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് അത് അവന് മുഷിച്ചിലുണ്ടാക്കി. അവന് മസാലയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. എടോ, നിങ്ങൾ ഈ മസാല ഇല്ലാത്ത ഭക്ഷണം എങ്ങനെയാ കഴിക്കുന്നേ? വൈ ഡോണ്ട് യു ലൈക്ക് ദിസ്? എനിക്കിത് കഴിച്ച് ബോറടിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ. അടുത്ത ദിവസം കബീർ ബർഗർ ഷോപ്പിലേക്ക് വരുന്ന വഴിക്ക് അവന്റെ നോട്ടം കടയിലിരിക്കുന്ന മാഗി പാക്കറ്റിലുടക്കി. ഇന്ന് ബർഗറിന് പകരം മാഗി കഴിക്കാം. ഒന്നുമില്ലെങ്കിലും ടേസ്റ്റി ആയിരിക്കുമല്ലോ. കബീർ ആ കടയിൽ നിന്നും ഒരു പാക്കറ്റ് മാഗി വാങ്ങി. അവൻ എല്ലാ ദിവസത്തെയും പോലെ ബർഗർ ഷോപ്പിൽ ജോലി തുടങ്ങി. രാത്രിയിൽ ബർഗർ ഷോപ്പ് അടച്ചപ്പോൾ എല്ലാ ജോലിക്കാരും അവരവർക്കുള്ള ബർഗറുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. എന്നാൽ കബീർ തനിക്ക് വേണ്ടി മാഗിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അവൻ അത് ആസ്വദിച്ച് കഴിച്ചു. അന്നു മുതൽ കബീർ ചില ദിവസം ബർഗറും ചിലപ്പോഴൊക്കെ മാഗിയും കഴിക്കാൻ തുടങ്ങി. അവൻ ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം ബർഗർ ഷോപ്പിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കബീറിന് ഒരു ജോലിയുമില്ലായിരുന്നു. എന്തെങ്കിലും പുതിയതായിട്ടുണ്ടാക്കുന്നത് അവൻ ആലോചിച്ചു. അവൻ ബാഗിൽ നിന്നും മാഗി നൂഡിൽസ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ടുഡേ അഗൈൻ മാഗി? വാട്ട് ഈസ് ഹാപ്പൻ ടു യു കബീർ? അല്ല, ഇന്ന് പുതിയൊരു കാര്യം ചെയ്യാൻ പോവാ. കബീർ ബർഗറിൽ നിന്നും ബൺ എടുത്തു. എന്നിട്ട് മാഗി ഉണ്ടാക്കി. പിന്നീട് മാഗി എടുത്ത് പാറ്റീസ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ മാഗി കൊണ്ടൊരു പാറ്റീസ് ഉണ്ടാക്കി. ഇത് കൊള്ളാലോ. ഇത് നല്ല വട്ടത്തിലായല്ലോ. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. കബീറിന് സന്തോഷമായി. അവൻ മാഗിയുടെ ഒരു പാറ്റി കൂടെ ഉണ്ടാക്കി. Wow, this dish looks delicious. Even I want one. കബീറും ആ വിദേശിയും ചേർന്ന് മാഗിയുടെ ബർഗർ ഉണ്ടാക്കി. എന്നിട്ടത് കഴിക്കാനും തുടങ്ങി. രണ്ടുപേർക്കും ആ ബർഗർ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. Kabir, this dish was awesome. I want one more. കബീർ വീണ്ടും വീണ്ടും ഓരോ ബർഗർ വീതം ഉണ്ടാക്കി. രണ്ടുപേരും രുചിയോടെ അത് വീണ്ടും കഴിച്ചു. അന്നവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവൻ പുതുതായി ഒരു കാര്യം ചെയ്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ബർഗർ ഷോപ്പിന്റെ മുതലാളി കബീറിന്റെ അരികിലെത്തി. അയാൾ മാഗി ബർഗറിനെ പറ്റി നല്ലത് കേട്ടറിഞ്ഞിരുന്നു. അദ്ദേഹത്തിനും ആ ബർഗർ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കബീർ അദ്ദേഹത്തിന് വേണ്ടിയും മാഗി ബർഗർ ഉണ്ടാക്കി. This is good. Add this to the menu. I'll give you 10% commission. Well done, boy. ഇത് കേട്ട് കബീറിന് വലിയ സന്തോഷമായി. അവന്റെ മാഗി ബർഗർ അവിടുത്തെ മെനുവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അതിന്റെ പേരിൽ 10% കമ്മീഷനും കിട്ടാൻ പോകുന്നു. ഇനി എന്റെ പഠനം എളുപ്പമായി നടക്കുമായിരിക്കും. പിന്നെ കാശിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കാൻ വേണ്ടി വരില്ലല്ലോ. കുറച്ച് മാസങ്ങൾ കൂടി അവൻ ആ ബർഗർ ഷോപ്പിൽ ജോലി ചെയ്തു. അവന് സാലറിയോടൊപ്പം കമ്മീഷനും കൂടെ കിട്ടാൻ തുടങ്ങി. അതിനുശേഷം കബീറിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അവന്റെ പഠനം അവസാനിച്ചു. കബീർ നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ അവന് വലിയൊരു ഹോട്ടലിൽ മാനേജറായിട്ട് ജോലിയും കിട്ടി. കുറച്ച് വർഷങ്ങൾ കൂടി സന്തോഷത്തോടെ കടന്നുപോയി. പക്ഷെ അവന് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം കബീർ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എന്താ മോനെ, നീ എന്താലോചിച്ചാ വിഷമിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, എന്റെ ജോലി നല്ലത് തന്നെയാ. പക്ഷെ എനിക്കൊരു സന്തോഷമില്ല. ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലോ? അതിന് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങ്. അത് ശരി തന്നെ, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇത്രയും നല്ല ജോലിയാണ്, പിന്നെ ശമ്പളവും നല്ലത് തന്നെ. നോക്ക് മോനെ,
നമ്മുടെ മനസ്സിഷ്ടപ്പെടുന്ന ജോലിയാ ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. അത് ശരിയാണച്ചാ. എന്റെ മനസ്സിനിഷ്ടം മാഗി ബർഗർ ഉണ്ടാക്കുന്നതിലായിരുന്നു. എന്നാ പിന്നെ മോനെ എന്താലോചിക്കാൻ, മാഗി ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂന്നേ. ഓഹ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ വരുമാനമില്ലെങ്കിലോ? ഓ മോനെ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാ എന്റെ പ്രായമെത്തി കഴിയുമ്പോ നേരത്തെ എന്തുകൊണ്ട് തുടങ്ങില്ല എന്ന് ആലോചിച്ച് നീ വിഷമിക്കും. നിന്റെ കയ്യിൽ ഇപ്പോഴും സമയമുണ്ട്. ജോലിയൊക്കെ വീണ്ടും വേണമെങ്കിൽ കിട്ടുമല്ലോ. ആ ശരി അച്ഛാ. കബീറിന്റെ അച്ഛൻ അവന് നല്ല പ്രോത്സാഹനം കൊടുത്തു. എന്നിട്ടും അവന് സംശയമായിരുന്നു. അവനിപ്പോ നല്ലൊരു വലിയ ഹോട്ടലിന്റെ മാനേജറാണ്. അതുപോലെ നല്ല ശമ്പളവും ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് വരും. എങ്കിലും അവൻ ടൗണിലെ തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ ഒരു കട റെന്റിനെടുത്തു. അവിടെ തന്റെ മാഗി ബർഗറിന്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇതെന്ത് ബർഗറാണ്? ആ ഇത് ആക്ച്വലി മാഗിയുടെ ബർഗറാ. ശരിക്കും നല്ല ടേസ്റ്റാ. ഒന്ന് കഴിച്ചു നോക്കുന്നോ? ശരി ചേട്ടാ, നോക്കട്ടെ. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ പ്രത്യേകിച്ചൊരു ലാഭവുമില്ലാതെ കടന്നുപോയി. പതിയെ പതിയെ അവന്റെ കച്ചവടം പൊടി പൊടിച്ചു. കോളേജിൽ നിന്നും കുട്ടികൾ മാഗി ബർഗർ കഴിക്കുവാനായി ദൂരെ നിന്ന് പോലും വരാൻ തുടങ്ങി. കബീർ സ്റ്റാഫിനെ കൂടുതലായി വെച്ചു. മാഗി ബർഗറിൽ വെറൈറ്റികളും കൊണ്ടുവന്നു. ചീസ് മാഗി ബർഗർ, ഷെസ്വാൻ മാഗി ബർഗർ, അങ്ങനെ. അതോടെ കബീറിന്റെ ബർഗർ ഷോപ്പ് യങ്സ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഫുഡ് കോർട്ടായി മാറി. 6 മാസത്തിനുള്ളിൽ കബീർ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ 3 പുതിയ ബ്രാഞ്ചുകളും. കബീറിന്റെ മാഗി ബർഗറിന് അതിശയകരമായ കച്ചവടമായിരുന്നു. അവന്റെ വീട്ടുകാരെ എല്ലാവരെയും ഈ കച്ചവടത്തിൽ അവൻ പങ്കാളികളാക്കി. അവന്റെ സഹോദരങ്ങളും കസിൻസുമെല്ലാം ഒരേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു, അതും ബർഗർ സിംഗിൽ. 6 വർഷത്തിനുള്ളിൽ കബീറിന്റെ ബർഗർ സിംഗ് ഒരു വലിയ ഫുഡ് ചെയിനായി മാറി. ഇന്ത്യയിലെ 30 നഗരങ്ങളിൽ അവർ ബ്രാഞ്ചുകൾ തുറന്നു. ഒരു ദിവസം കബീറും അവന്റെ അച്ഛനും അവരുടെ ഏറ്റവും പുതിയ ഓഫീസ് ബിൽഡിംഗിൽ ഇരിക്കുകയായിരുന്നു. മോനെ, ഓർമ്മയുണ്ടോ ആ രാത്രി നീ ആകെ വിഷമിച്ചു നിന്ന സമയം? ആ അച്ഛാ, അതെങ്ങനെ മറക്കാനാ. അന്ന് അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ബർഗർ സിംഗ് ഉണ്ടാവില്ലായിരുന്നു. നാഗ്പൂർ എന്നൊരു ഗ്രാമത്തിൽ പിങ്കി എന്നൊരു പെൺകുട്ടി തന്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു. അവൾ ഗ്രാമത്തിലെ ഒരു സ്കൂളിന്റെ വെളിയിൽ കച്ചോടി ബർഗർ വിറ്റിരുന്നു. ചൂടുള്ള കജോടി ബർഗർ വാങ്ങിക്കൂ. ഒരു വട്ടം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും. വരൂ വരൂ, നല്ല ചൂടുള്ള കജോടി ബർഗർ കഴിക്കൂ. സ്കൂൾ വിടുന്നതും കുട്ടികൾ എല്ലാവരും അവളുടെ സ്റ്റോളിൽ നിന്നും കച്ചോടി ബർഗർ വാങ്ങിക്കഴിച്ചുകൊണ്ടേയിരുന്നു. പിങ്കി, എനിക്കൊരു പ്ലേറ്റ് കജോടി ബർഗർ താ. ഇതേപോലെ എല്ലാ കുട്ടികളും ഒരുപാട് സന്തോഷത്തോടെ കജോടി ബർഗർ കഴിക്കുമായിരുന്നു. ഇവർ മാത്രമല്ലാതെ ആ ഗ്രാമജനങ്ങളും വന്ന് കഴിക്കുമായിരുന്നു. പിങ്കി, ഒരു പ്ലേറ്റ് കച്ചോടി ബർഗർ എനിക്ക് പാർസൽ ചെയ്തു തരൂ. പിങ്കി, 2 പ്ലേറ്റ് കച്ചോടി ബർഗർ താ. നിന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ആ കച്ചോടി ബർഗർ കഴിച്ചാൽ തന്നെ ചിന്തിക്കുമ്പോൾ നാക്കിൽ നിന്ന് വെള്ളം വരുന്നു. ഒരുപാട് നന്ദി. അതേ സ്കൂളിന്റെ വെളിയിൽ രേഖയും പിന്നെ അനിയത്തി ശിഖയും കജോടി വിൽക്കുമായിരുന്നു. എന്നാൽ അവരുടെ കച്ചവടം നല്ലതുപോലെ പോകാത്തതുകൊണ്ട് പിങ്കിയെ കണ്ട് അസൂയപ്പെട്ടിരുന്നു. ആ സ്റ്റോളിന്റെ അടുത്ത് നോക്ക്, എന്തോരം കൂട്ടമാണ്. എല്ലാവരും അവളുടെ സ്റ്റോളിലേക്കാ പോകുന്നത്. അതെ ചേച്ചി, രാവിലെ മുതൽ നമ്മുടെ കയ്യിൽ നിന്നും കജോടി ആരും വാങ്ങുന്നില്ല. നമ്മുടെ കച്ചവടം കൂട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിങ്കി കജോടി ബർഗർ വിറ്റ് വീട്ടിലേക്ക് തിരിച്ചു വന്നതും തന്റെ അസുഖം വന്ന അമ്മയും ശുശ്രൂഷിക്കുമായിരുന്നു. അമ്മേ, അമ്മയ്ക്കറിയാമോ, എല്ലാവരും എന്റെ കജോടി ബർഗർ കഴിച്ച് എന്നെ പുകഴ്ത്തി. എന്റെ എല്ലാ കജോടി ബർഗറും വിറ്റുപോയി അമ്മേ. വളരെ നല്ല കാര്യം മോളെ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ തന്നെ നിന്റെ കച്ചവടം പോകട്ടെ. കുറച്ചു നാളുകൾക്ക് ശേഷം അവളുടെ അമ്മയുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് പിങ്കി അവരെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് കാരണം അവൾക്ക് കജോടി ബർഗർ സ്റ്റോൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. ഇത് ഒരു അവസരമായി കണക്കാക്കി രേഖ എല്ലാവരെയും തന്നിൽ ആകർഷിച്ചു. വരൂ വരൂ, എന്റെ കജോടി ബർഗർ ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും. രേഖ ചേച്ചി, എനിക്കൊരു പ്ലേറ്റ് കജോടി ബർഗർ തരൂ. ഇതാ തരാം, അവിടെ ഒന്ന് നിൽക്ക്. അവളുടെ കച്ചോടി ബർഗർ കഴിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു. ഇതിനെയാണോ നിങ്ങൾ കജോടി ബർഗർ എന്ന് പറയുന്നത്? ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയറ് കേടാകും. നിങ്ങൾക്ക് പിങ്കി ചേച്ചി ചെയ്യുന്നത് പോലെ ഉണ്ടാക്കാൻ അറിയില്ല. രേഖ ഉണ്ടാക്കിയിരുന്ന കജോടി ബർഗർ ആർക്കും ഇഷ്ടമായില്ല. പിങ്കിയുടെ അമ്മയ്ക്കും ഭേദമായി അവർ തിരിച്ചും എത്തി.
ശേഷം പിങ്കി എന്നത്തെയും പോലെ കജോടി ബർഗർ വിൽക്കാൻ വേണ്ടി പോയി. ചൂടുള്ള കജോടി ബർഗർ വാങ്ങൂ. കുട്ടികൾ പിങ്കിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ചേച്ചി, ഞങ്ങൾക്ക് ചേച്ചി ഉണ്ടാക്കുന്ന കജോടി ബർഗറാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് വേഗം കജോടി ബർഗർ ഉണ്ടാക്കി തരൂ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരും അവിടേക്ക് കജോടി ബർഗർ കഴിക്കാൻ വേണ്ടി വന്നു. ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ പറഞ്ഞു. അവിടോട്ടൊന്ന് നോക്ക്, ഞാനുണ്ടാക്കിയ കജോടി ബർഗർ ആരും തന്നെ കഴിച്ചില്ല. എന്നാൽ പിങ്കി വന്നതും അവളുടെ സ്റ്റോളിലെ കൂട്ടം കണ്ടോ? ഇവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. പിങ്കിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൾ ഒരു പ്ലാനും ഇട്ടു. തക്ക സമയം നോക്കി അവൾ പിങ്കിയുടെ കജോടി ബർഗറിൽ ഒരു മരുന്നും കലർത്തി. ഇത് കഴിച്ചതും കസ്റ്റമേഴ്സിന് വയറുവേദനയും വന്നു. അയ്യോ, എന്താ ഇത്? പിങ്കിയുടെ കജോടി ബർഗർ കഴിച്ചതും വയറുവേദനിക്കുന്നല്ലോ. അയ്യോ അതെ, നിങ്ങൾ ശരിയായി പറഞ്ഞു. എനിക്കും വയറുവേദനിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി ഓടിയേ പറ്റൂ. അതെ അതെ, ഇവളെയും ഓടിക്കണം. ഇവളുടെ കച്ചോറി ബർഗർ കഴിച്ച് കുട്ടികൾക്ക് രോഗം വല്ലതും വന്നാൽ. പിങ്കിയെ ഗ്രാമജനങ്ങൾ എല്ലാവരും അവിടെ നിന്നും ഓടിച്ചു വിട്ടു. അവൾ കരഞ്ഞു കരഞ്ഞ് തന്റെ ഉന്തുവണ്ടിയുമായി അവിടെ നിന്നും പോയി. ഇത് കണ്ടപ്പോൾ രേഖയ്ക്കും ഒരുപാട് സന്തോഷമായി. ഇവൾക്ക് ഇങ്ങനെ തന്നെ വേണം. അവള് വന്നേക്കുന്നു കജോടി ബർഗർ വിൽക്കാൻ വേണ്ടി. പിങ്കി അവിടെ ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് കരയുകയായിരുന്നു. എന്റെ അമ്മയെ ഇനി ഞാൻ എങ്ങനെ ചികിത്സിക്കും? ഇന്നെന്റെ കജോടി ബർഗർ ഒന്നും വിറ്റില്ല. ഞാൻ ഈ കജോടി ബർഗറിൽ ഒന്നും വിട്ടില്ലല്ലോ. ഒരു വയസ്സായ വൃദ്ധൻ പിങ്കിയുടെ ഉന്തുവണ്ടി കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു. ഓളെ, എനിക്കൊരു കച്ചോറി ബർഗർ തരാമോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇല്ല അങ്കിൾ, എനിക്ക് ഈ കജോടി ബർഗർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഈ കജോടി ബർഗറിൽ ആരോ എന്തോ കലർത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് മോളെ? എനിക്ക് വളരെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കട കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് വന്നതാ. വേണ്ട അങ്കിൾ, നിങ്ങൾ ഈ കജോടി ബർഗർ കഴിക്കണ്ട. എന്റെ കയ്യിൽ 50 രൂപയുണ്ട്. ഇതാ, വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചോളൂ. ആ വയസ്സായ വൃദ്ധന് പിങ്കിയുടെ ഈ പെരുമാറ്റം ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം ആ കച്ചോടി ബർഗറിനെ നോക്കി തന്റെ കൈയും പൊക്കി. അപ്പോൾ കയ്യിൽ നിന്നും എന്തോ പ്രകാശവും വന്നു. അദ്ദേഹം എന്തോ ഒരു മന്ത്രം പറഞ്ഞ് അവിടെ നിന്നും പോയി. ഈ കാര്യങ്ങളൊന്നും പിങ്കി അറിഞ്ഞതേയില്ല. അവൾ വീട്ടിൽ പോയി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അമ്മേ, എനിക്കിന്ന് കച്ചോടി ബർഗർ വിൽക്കാൻ പറ്റിയില്ല. എന്റെ കച്ചോടി ബർഗറിൽ ആരോ എന്തോ കലർത്തി. ഇത് കാരണം കഴിച്ചവരുടെ വയറെല്ലാം ചീത്തയായി. അതുകൊണ്ട് എന്നെ അവർ പറഞ്ഞു വിട്ടു. എന്താ, കജോടി ബർഗറിൽ മായം ചേർന്നെന്നോ? എനിക്ക് കുറച്ച് നീ താ. ഇതിലങ്ങനെ എന്ത് കലർത്തിയെന്ന് ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ട് പറയാം. പിങ്കി ആ കജോടി ബർഗർ തന്റെ അമ്മയ്ക്ക് കൊടുത്തു. പിങ്കിയുടെ അമ്മ ആ കജോടി ബർഗർ കഴിച്ചതും അവരുടെ അസുഖം ഭേദമാകാൻ തുടങ്ങി. നോക്ക്, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ വയറും വേദനിച്ചില്ല. പിന്നെ എന്റെ ശരീരത്തിനും ഒരു കുഴപ്പവുമില്ല. അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണോ? ഇത് എല്ലാം കണ്ട് പിങ്കി വീണ്ടും കജോടി ബർഗർ വിൽക്കാൻ ആ സ്ഥലത്തിലേക്ക് പോയി. പിങ്കി, ഒരു കജോറി ബർഗർ തരൂ. ശരി, ഇതാ തരാം. ആ കസ്റ്റമർ കജോടി ബർഗർ കഴിച്ച ഉടനെ അയാളുടെ വയറുവേദന അപ്പോൾ തന്നെ ഭേദമായി. അപ്പോൾ ആ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു. അയ്യോ, എന്താ ഇത് പിങ്കി? നിന്റെ കച്ചോറി ബർഗർ കഴിച്ചതും എന്റെ വയറുവേദന എല്ലാം ശരിയായി. പിങ്കിയുടെ കയ്യിൽ എന്തോ മാന്ത്രിക കച്ചോടി ഉണ്ടെന്ന്, പിന്നെ അത് കഴിക്കുമ്പോൾ എല്ലാവരുടെയും രോഗം ഭേദമാകുന്നെന്ന് ആ ഗ്രാമം മുഴുവനും അറിഞ്ഞു. ഇത് കേട്ട് ഗ്രാമജനങ്ങൾ എല്ലാവരും പിങ്കിയുടെ കയ്യിൽ നിന്നും കച്ചോടി വാങ്ങി കഴിച്ചു. പിങ്കി, പിങ്കി, എനിക്കും ഒരു പ്ലേറ്റ് കച്ചോറി ബർഗർ. നിന്റെ കച്ചോറി ബർഗർ കഴിച്ചിട്ട് എന്റെ നടുവേദന ഒന്ന് ശരിയാക്കട്ടെ. ഇത് കണ്ടപ്പോൾ രേഖ ഇങ്ങനെ ചിന്തിച്ചു. ഞാനും പോയി ഈ കജോടി ബർഗർ ഒന്ന് കഴിച്ചു നോക്കാം. ചിലപ്പോൾ എന്റെ എന്തെങ്കിലും രോഗം ഭേദമായാലോ. നീ എനിക്കും ഒരു കജോടി ബർഗർ തന്നേ. രേഖ ആ കജോടി ബർഗർ കഴിച്ചതും അവൾക്ക് നന്നായി വയറുവേദന എടുക്കാൻ തുടങ്ങി. അവൾക്കിപ്പോൾ അവൾ ചെയ്ത തെറ്റും മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പിടികിട്ടി. എല്ലാവരും കജോടി ബർഗർ കഴിച്ച് അവരുടെ അസുഖങ്ങളെല്ലാം ഭേദമാക്കി. ഈ കാര്യം പിങ്കിക്ക് മനസ്സിലായതേയില്ല. അതേ വയസ്സായ വൃദ്ധൻ തിരിച്ച് പിങ്കിയുടെ അടുത്ത് വന്ന്, ഇവിടെ നോക്കുമോളെ പിങ്കി, എനിക്ക് 50 കച്ചോറി ബർഗർ തരൂ. അയ്യോ അങ്കിൾ, അത് നിങ്ങൾ തന്നെയല്ലേ അന്ന് എന്റെ കജോടി ബർഗർ കഴിക്കാൻ വന്നില്ലേ? അന്ന് എന്റെ കജോടി ബർഗർ കേടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ല. അതെ പിങ്കി, അത് ഞാനാണ്. ഇങ്ങനെ പറഞ്ഞ് ആ വയസ്സായ വൃദ്ധൻ ഒരു ദേവതയായി മാറി. ഇതെന്താ, നിങ്ങൾ ദേവതയായി മാറിയല്ലോ. നിങ്ങൾ ആരാണ്? പിങ്കി,
ഞാനാ വൃദ്ധനേ അല്ല, ഞാനൊരു ദേവതയാണ്. നിന്റെ സത്യസന്ധത കണ്ട് ഞാൻ ഒരുപാട് സന്തോഷവതിയായി. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കജോടി ബർഗർ മാന്ത്രിക കജോടി ബർഗറാക്കി മാറ്റിയത്. ഈ കജോടി ബർഗർ ഏതെങ്കിലും സത്യസന്ധരായവർ കഴിച്ചാൽ അവർക്കുള്ള എല്ലാ അസുഖങ്ങളും ഭേദമാകും. ഈ കാര്യം കേട്ട് പിങ്കി ഒരുപാട് സന്തോഷപ്പെട്ട് അവരോട് നന്ദിയും പറഞ്ഞു. അവൾ ആ മാന്ത്രിക കജോടി ബർഗറിലൂടെ തന്റെ അമ്മയുടെയും പിന്നെ എല്ലാവരുടെയും അസുഖങ്ങൾ ഭേദമാക്കി. ഒരു ഗ്രാമത്തിൽ സൂക്ക എന്നും ലെംബു എന്നും പേരുള്ള 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും എന്നും വഴക്കായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ഈഗോ മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കായിരുന്നു. അമ്മ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരുന്നു. ഈ സന്ദർഭം ചതുർ നന്നായിട്ട് ഉപയോഗിച്ചു. എല്ലാ ദിവസവും രണ്ടുപേരും അവരവരുടെ ജോലികൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സൂക്ക ബിരിയാണി കട ഇട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ലെംബു പേരക്കകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്ക് ലംബോ, എന്റെ കൂടെ നീ മത്സരിക്കാൻ പേരക്ക കട ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി കടയും വിട്ടു. ഇതാ കണ്ടില്ലേ, ഇതിനു മേലെ നീ എന്നെ ഒരു ശല്യം ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്താലേ നിന്റെ സമയം മോശമായിരിക്കും. ദേ ഇവിടെ നോക്ക്, ഇത് നീ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നീ എന്നെ പേടിപ്പിക്കാണ്. എന്നാ നോക്കിക്കോ മോനെ, നാളെ തൊട്ട് ഞാനും ബിരിയാണി കട വെക്കാൻ പോവുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും. ശരി, നമുക്ക് കാണാലോ രണ്ടുപേരിൽ ആരാ ജയിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ ഇത് മക്കളെ, രാവിലെ തന്നെ ഇങ്ങനെ തല്ലുകൂടുകയാണോ നിങ്ങള്? സൂക്ക, നീ എന്താ ബിരിയാണി കണ്ടിട്ടുണ്ട്? അതും ചിക്കൻ. ആ ശരി, നീ ഒരു പ്ലേറ്റ് എടുക്ക്, ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചതുരേട്ടാ, ഈ കട നിങ്ങളുടെ കട പോലെയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ചതുർ പണം കൊടുക്കാതെ നിറയെ ബിരിയാണി കഴിച്ചു. അവൻ സൂക്കയുടെ ബിരിയാണിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പറയുന്നത് ലെംബുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സൂക്ക, നിന്റെ ബിരിയാണി അടിപൊളിയായിരുന്നു. കഴിച്ചിട്ട് നല്ല തൃപ്തിയുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും. ഇതൊക്കെ ചേട്ടാ, നാളെ എന്റെ കൈ കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം. അത് വന്ന് നിങ്ങൾ കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടാവും. ശരി മോനെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇപ്പൊ നിന്റെ കയ്യിലുള്ള പേരക്കൊക്കെ താ. നിന്റെ പേരക്കൊന്നും കുറഞ്ഞ കാര്യമൊന്നുമല്ല. ലെംബുവിന് ചെറിയ രീതിയിൽ പുകഴ്ത്തിയാലും മതി, അവന് സന്തോഷമാകും. അതുകൊണ്ട് ചതുറിന് ഫ്രീ ആയിട്ട് പേരക്കയും കിട്ടി. സുക്കു ഒരു ദിവസം മുഴുവൻ ബിരിയാണി ഒരു പ്ലേറ്റ് 50 രൂപയ്ക്ക് വിറ്റു. സൂക്കയ്ക്ക് അന്നത്തെ ദിവസം നല്ല വരുമാനം കിട്ടി. അത് കണ്ട് ലെംബുവിന് ദേഷ്യം വന്നു. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ലെംബു സൂക്ക വരുന്നതിന് മുൻപ് അവന്റെ വണ്ടി എടുത്ത് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ബോർഡിൽ ഒരു ബിരിയാണി ഒരു പ്ലേറ്റ് 40 രൂപ എന്ന് എഴുതി വെച്ചു. കുറച്ചു സമയത്തിന് ശേഷം സൂക്ക അവിടെ എത്തിച്ചേർന്നു. മണ്ടാ, ഇത്രയും വില കുറഞ്ഞിട്ടാണോ ബിരിയാണി വെക്കുന്നത്? എന്നും നിന്റെ ബിരിയാണി നീ എങ്ങനെയാ വിൽക്കുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ. 2 കടയിലും ബിരിയാണി വില നോക്കി ജനങ്ങളെല്ലാം ലെംബുവിന്റെ അടുത്തേക്കാണ് പോയത്. ബിരിയാണി വില ലെംബുവിന്റെ കടയിൽ കുറവായതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് കണ്ടത് സൂക്കയ്ക്ക് തോന്നി, എന്റെ ബിരിയാണി വില കുറച്ചാലോ? 50 രൂപ എഴുതിയിരിക്കുന്ന ബിരിയാണി അവൻ 40 രൂപ എഴുതി. ഇപ്പോ 2 പേരുടെ കടയിലും സെയിം വിലയാണ്. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനിന്നൊരു കാര്യം അറിഞ്ഞല്ലോ, രണ്ടുപേരും ഇന്ന് നഷ്ടത്തിലാ വന്നതെന്ന്. അമ്മേ, ഇവൻ എന്നെ പേടിപ്പിച്ചു. ഇപ്പൊ ഞാൻ അവന്റെ കട മൂടാതെ സമ്മതിക്കാൻ പറ്റില്ല. അമ്മേ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കണം. ശരി മക്കളെ, ഇനി ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഒരു ദിവസം രാവിലെ ചതുർ സൂക്കയെ കാണാൻ വന്നു. വരൂ ചിത്രേട്ടാ, വന്ന് ഇരിക്കേ. നോക്കു മോനെ, നിനക്ക് കച്ചവടം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എന്റെ സ്വന്തമല്ലേ? ചേട്ടാ, ഇത്ര കാലം നിങ്ങൾ പറയുന്നൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. എന്നാ ഇനി മുതൽ നീ ബിരിയാണി 5 റുപ്യക്ക് വെക്ക്. ബിരിയാണി 5 റുപ്യക്ക് വിറ്റാ എനിക്ക് ചിക്കൻ പോലും വാങ്ങാൻ പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ അനിയനെ തോൽപ്പിക്കണ്ടേ? അതുകൊണ്ട് നിന്റെ കൈകാശിട്ടിട്ട് എല്ലാ സാധനം വാങ്ങിക്കടോ. പക്ഷേ എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ ചേട്ടാ. നിന്റെ ചേട്ടനായിട്ട് ഞാൻ എന്തിനാ നിക്കുന്നത്? നിനക്ക് എത്ര പൈസ വേണ്ട? ഞാൻ തരാം. നിനക്ക് പൈസ വന്നതിന് ശേഷം എനിക്ക് തന്നാ മതി മോനെ. ചതുർ സൂക്കാക്ക് കടം കൊടുത്തു. അതിനുശേഷം സൂക്ക ഒരു പ്ലേറ്റ് ബിരിയാണി 5 രൂപ എന്ന് എഴുതി വെച്ചു. സൂക്കയുടെ ബിരിയാണിക്ക് വേണ്ടി ജനങ്ങൾ ക്യൂവിൽ നിന്നു. ടോക്കൺ കയ്യിൽ വെച്ച് അവർ വെയിറ്റ് ചെയ്തു ബിരിയാണിക്ക് വേണ്ടി. ലെംബുവിന് ഇത് കണ്ട് വിഷമമായി. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ പറ്റില്ല ലംബോ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? സങ്കടം എന്റെ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കാരണം എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ പറയല്ലേ. എന്നാ നീ ഒരു പ്ലേറ്റിന് ബിരിയാണിക്ക് 5 റുപ്യക്ക് വിൽക്ക്. എന്റെ അടുത്ത് അത്ര കാശൊന്നും ഇല്ല ചേട്ടാ. ഈ സൂക്കൊക്കെ എങ്ങനെയാണ് കാശ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കണ്ട മോനെ, നിനക്കുള്ള കടം ഞാൻ തരാം. നീയും 5 റുപ്യക്കുള്ള ബിരിയാണി വിൽക്കാൻ തുടങ്ങ്. ചതുർ ലെംബുവിനും കടം കൊടുത്തു.
അതിനുശേഷം രണ്ടുപേരും ബിരിയാണി 5 രൂപയ്ക്ക് വിൽക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ വരൂ. അതിന്റെ വില 5 റുപ്യയാണ്. ഒരു പ്ലേറ്റിൽ 4 കഷ്ണം ചിക്കൻ ഉണ്ടാവും. വരൂ വരൂ, നല്ല ബിരിയാണി, സ്വാദുള്ള നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി, 5 റുപ്യുള്ള ബിരിയാണി, 5 റുപ്യ പ്ലേറ്റുള്ള 5 പീസുള്ള ബിരിയാണി. അവര് രണ്ടുപേരും തമ്മിലുള്ള മത്സരം ജനങ്ങൾക്ക് ഭയങ്കര സഹായമായി. 5 രൂപയുടെ ബിരിയാണി എല്ലാരും വാങ്ങിക്കഴിച്ചു. അതുകൊണ്ട് ഉച്ചയോടെ ബിരിയാണി എല്ലാം കാലിയായി രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ഇന്ന് എത്ര കാശ് സമ്പാദിച്ചു? രണ്ടുപേരും അവരുടെ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും പണം തന്നത് ചതുറാണോ? രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിക്കോ, ചതുർ എന്താണ് ചെയ്തതെന്ന്. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. അതെ അമ്മേ, ഇനി ഞങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര വഴക്കുണ്ടാക്കുന്നോ അത് മറ്റുള്ളവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അമ്മേ. അതെ അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ നന്നായിട്ട് ഉണ്ടായിക്കോളാം. ആ ചത്തുറിന് ഞങ്ങൾ ഒരു പണി കൊടുത്തിട്ടേ പറ്റൂ. അതിനുശേഷം രണ്ടുപേരും ഒരു കടയിൽ ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് കടയ്ക്ക് പേരിട്ടു ലെംബു സൂക്ക ചിക്കൻ ബിരിയാണി. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും അവിടെ എത്തി. ചതുർ അവിടെ എത്തി അവരെ കണ്ടതും അത്ഭുതപ്പെട്ടു. അവരും രണ്ടുപേരും തമ്മിലുള്ള ഒത്തൊരുമ കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, ഓടിപ്പോകാമെന്ന് കരുതി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, നമ്മൾ എപ്പോഴും ഐക്യത്തോടെ ഇരിക്കണം. അങ്ങനെ ഒത്തൊരുമിച്ചിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടേതായ രീതിയിൽ അതെല്ലാം പ്രയോജനപ്പെടുത്തും. അതുപോലെ മുഖസ്തുതി പറയുന്നവന് വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്താൽ ജീവിതം നാശമാകും.